നമുക്ക് ഒന്നാം ക്ലാസ് തഫ്ഹീമുൽ ഖിറാഅയുടെ 16-ാമത്തെ ചാപ്റ്ററിൻ്റെ 1-ാമത്തെ ഭാഗം നോക്കാം. നമ്മളിതിൽ പുതുതായിട്ട് പഠിക്കുന്ന അക്ഷരം ഏതാണ്? ഈ റെഡ് കളറിൽ കൊടുത്തിട്ടുണ്ട്. സീനാണ്. സ ഉണ്ടോ? സീനിന് ഫത്ഹ കൊടുത്തു. സ സ സ എഴുതുന്നു. നോക്കിയേ, ഇതിലൂടെ ഇങ്ങനെ നോക്കിയേ. രണ്ടെണ്ണം ചെറുതാണ്. പിന്നെയോ നമ്മൾ റാ എഴുതൂലേ മലയാളത്തിൽ? റാ തിരിച്ചിടും. അപ്പോൾ എന്തായി? എന്നിട്ട് ഒന്നും കൂടെ എഴുതും. എന്നിട്ട് പിന്നെ ഒരു വലിയത് എഴുതും. അപ്പോൾ എന്തായി? സീനായി. സിമ്പിളാണ് എഴുതാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. സ ബാ ബ സബ്ബാബ. സബ്ബാബ സബ്ബാബ എന്ന് പറഞ്ഞാൽ മുകളിൽ കാണുന്നുണ്ട് എന്ത്? ചൂണ്ട് വിരൽ. നമുക്ക് ഒരു കയ്യിൽ എത്ര വിരലുകളുണ്ട്? 5 വിരലുകളുണ്ട് അല്ലേ? അതിൽ നമ്മൾ ചൂണ്ടിപ്പറയുന്ന വിരലാണ് എന്ത്? ചൂണ്ടുവിരൽ അല്ലേ? ഈ ചൂണ്ടുവിരലിനാണ് നമ്മൾ സബ്ബാബ എന്ന് പറയുന്നത്. എങ്ങനെയാ? സബ്ബാബ സബ്ബാബ. സാബുൻ സബുൻ. സുഹ്റുൻ സുഹ്റുൻ സബുൻ സുഹ്റുൻ. സിത്റുൻ. ഇവിടെ കണ്ടു സാ സു സി അല്ലേ? സബുൻ സുഹ്റുൻ സിത്റുൻ. ആ സ് സ് അസ്ബാബുൻ അസ്ബാബുൻ. സാജിദുൻ സാജിദുൻ. ജുസൂറുൻ ജുസൂറുൻ. ഹസീബുൻ ഹസീബുൻ. സാജിദുൻ ജുസൂറുൻ ഹസീബുൻ. സാ സു സി ബിസ്. താഴെ 2 വലിയ സീന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അതിൽ നമ്മൾ ഫസ്റ്റത്തെ സീനിന് എന്ത് ചെയ്യണം? കളർ ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തതിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ വരയിലൂടെ ഇങ്ങനെ എഴുതിയിട്ട് സീനിനെ പഠിക്കാം. ഉഷാറല്ലേ? സ എഴുതാൻ നമുക്ക് സിമ്പിളാണ് അല്ലേ? നമുക്ക് എല്ലാ അക്ഷരം എഴുതാനും സിമ്പിളാണ്. ഇനി അടുത്ത പേജ് നോക്കാം. നഖ്റ നമുക്ക് വായിക്കാം. സബ്തുൻ സബ്തുൻ. സുഹ്റുൻ സുഹ്റുൻ. സിത്റുൻ സിത്റുൻ. ഹബ്സുൻ ഹബ്സുൻ. ജിസ്റുൻ ജിസ്റുൻ. നമ്മൾ കൂട്ടി വായിക്കലൊക്കെ പഠിച്ചാൽ പിന്നെ ഓരോ അക്ഷരങ്ങൾ പറയേണ്ട ആവശ്യമില്ല. എങ്ങനെ? ഹ ബ് സുൻ അങ്ങനെ പറയാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ വാക്കുകൾ കാണുമ്പോഴേക്കിനും സബുത്തുൻ സുഹ്റുൻ സിത്റുൻ ഹബ്സുൻ ജിസ്റുൻ അങ്ങനെ സിമ്പിളായിട്ട് വേഗത്തിൽ പറയാൻ പറ്റും. ഇനി അടുത്തത് എന്താ? നുലവി. നമുക്ക് കളർ ചെയ്യാം. ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് സീനിനെ 2 സീനുണ്ട് അല്ലേ അവിടെ? അതിന് നമുക്ക് ഉഷാറായിട്ട് നല്ല കളറൊക്കെ കൊടുത്തിട്ട് നല്ല സുന്ദരനൊക്കെ ആക്കി കൊടുക്കാം. നെക്സ്റ്റ് നെർസും. കുത്തുകൾ യോജിപ്പിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സീനിനെ എഴുതാം. അപ്പോൾ നമ്മുടെ ഈ കുത്തിലൂടെ തന്നെ എന്ത് ചെയ്യുക? എഴുതി കൊടുക്കുക, വരച്ച് കൊടുക്കുക കേട്ടോ. എല്ലാം എന്താണ്? സീനാണ്. ഇവിടെ നമ്മൾ കൂട്ടി എഴുതിയിട്ടുള്ള സീനാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒറ്റക്കൊറ്റക്കായിട്ട് എഴുതിയിട്ടുള്ള സീൻ. പിന്നീട് എന്താണ്? നക്തഷിഫു. സാ സാ എന്നതാണ് കേട്ടോ നമുക്കവിടെ നോക്കാനുള്ളത്. സ എന്നതിന് നമ്മൾ അലിഫ് കൊടുത്തിട്ട് സാ നീട്ടി. സാ നോക്കാം. ഫസൗഫ യുഹാസബു ഹിസാബൻ യസീറാ. ഇവിടെ ഒരു സ ഉണ്ട്, പക്ഷേ നമുക്ക് വേണ്ട സ ഇതല്ലേ? അപ്പോൾ ഇത് പറ്റൂല. പിന്നെ ഇങ്ങനെ പോയിട്ട് യുഹാസബുൽ അവിടെ ഒരു സ ഉണ്ട്, പക്ഷെ അത് നമുക്ക് വേണ്ട. ഹിസാബന ഇവിടെയാണ് നമുക്ക് വേണ്ട സ ഉള്ളത് അല്ലേ? ഇവിടെ നമ്മളൊരു സി കാണുന്നുണ്ട്, ഇത് നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റോ വയസ്തഹ്യൂന നിസാഅക്കും. ഇവിടെ ഇങ്ങനെ വന്നാലൊരു സ് കാണുന്നുണ്ട്,
പിന്നെ ഇങ്ങനെ പോയിട്ട് ഇവിടെ നമുക്ക് വേണ്ട ഒരു സാ ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് എത്ര സാ കിട്ടി? 2 എണ്ണം. അടുത്തത് ഖുറാനിൽ കൊടുത്തിട്ടുള്ള കുറച്ച് 3 വാക്കുകളാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. എന്താണ് ഒന്നാമത്തത്? സജദു, സജദു, സജദു. ഖസിറു, ഖസിറു, സജദു, ഖസിറു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലുള്ളത്. ഒരു കുഞ്ഞു ചാപ്റ്ററാണ് കേട്ടോ. അപ്പോൾ സ, സു, സി, സ്, സാ, സു, സി. ഇത്രയും അക്ഷരങ്ങൾ എഴുതി തന്നെ എന്ത് ചെയ്യണം? പഠിക്കണം. സാ എഴുതാൻ സിമ്പിളല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ചാപ്റ്ററിൻ്റെ ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.